അടുത്ത പ്രശ്നം ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയാണ്, അല്ലെങ്കിൽ നാരോ ആംഗിൾ ഗ്ലൂക്കോമയാണ് അടുത്ത പ്രശ്നം. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് നോക്ക്, ഇതിങ്ങനെയാണ് ഇരിക്കുക, ഇവിടെ സ്ഥലമുണ്ട് പോകാൻ, ഇവിടെ ഇതിന് പോകാനായിട്ട് വഴിയില്ല. മാത്രമല്ല ഇവിടെയും ഈ ആംഗിൾ കുറവാണ്. അപ്പൊ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക വെച്ചാൽ ഇത് പതുക്കെ ഇങ്ങോട്ടേക്ക് ഒരു തള്ളു തള്ളുക, അല്ല ഇതിനൊന്നും തള്ളുക, ഇവിടെ ഒരു തുളയിട്ട് കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സോ ദിസ് ഈസ് കോൾഡ് ആസ് ലേസർ ഇറിഡോട്ടോമി ആണ് ഫൈനൽ. മരുന്ന് തൽക്കാലമൊക്കെ കൊടുക്കാമെന്ന് മാത്രമാണ്. ഇതാണ് പ്രധാനപ്പെട്ട, ഐറിസ് ഒന്ന് തുളച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ സർജറിക്ക് മുമ്പ് നമുക്ക് ഇൻട്രാ ഓക്കുലാർ പ്രഷർ ഇവിടേക്കൊന്ന് കുറച്ച് നിർത്താം. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അസെറ്റസോളമൈഡ്. സോ അസെറ്റസോളമൈഡ് നമ്മൾ അവിടെ പഠിച്ചു, സോ ഇവിടെയും പഠിച്ചു. IOT കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ അനദർ ഡ്രഗ് ഈസ് മാനിറ്റോൾ, നമുക്ക് കൊടുക്കാം, അതും IV കൊടുക്കുന്ന മരുന്നാണ്. ദെൻ വി ക്യാൻ ഗിവ് മയോട്ടിക്സ് പൈലോകാർപ്പിൻ ആണ് പ്രധാനപ്പെട്ട. സോ അക്യൂട്ട് കേസസിലാണ്, ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന മരുന്നുകൾ ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ അല്ലെങ്കിൽ നാരോ ആംഗിൾ ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ. മറ്റേലൊക്കെ ഉപയോഗിക്കാട്ടോ, എങ്കിലും ദീസ് ഡ്രഗ്സ് ആർ കോളിനർജിക്സ് ആണ്. കോളിനർജിക്സ് ഓർ മയോട്ടിക്സ് എന്നാണ് നമ്മൾ. സോ പ്രധാനപ്പെട്ട മരുന്ന് പൈലോകാർപ്പിൻ ആണ് പ്രധാനപ്പെട്ട മരുന്ന്. ദെൻ ഫൈസോസ്റ്റിക്മിൻ ഉണ്ട്. ദെൻ പിന്നെയുള്ളത് എക്കോതയോഫേറ്റ് ആണ്. ഫൈസോസ്റ്റിക്മിൻ എന്താണ്? കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്. ഇതും കോളിൻ എസ്റ്ററേസ് ഇൻഹിബിറ്റർ ആണ്, പക്ഷെ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ്. ഇത് രണ്ടും ഉപയോഗത്തിൽ ഇല്ല, എങ്കിലും മരുന്നായിട്ട് എല്ലാ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് ഉപയോഗം കുറവാണ്. മാത്രമല്ല ദീസ് ഡ്രഗ്സ് ക്യാൻ കോസ് കാറ്ററാക്ട്. ഇത് കാറ്ററാക്ട്, ഈ രണ്ട് മരുന്നും കാറ്ററാക്ട് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ചാൻസും കൂടി ഉള്ളതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗത്തിലില്ല. സോ പൈലോകാർപ്പിൻ ഇസ് എൻ M3 അഗോണിസ്റ്റ് ആണ്. M3 അഗോണിസ്റ്റ് എന്ന് വെച്ചാൽ മെസ്കാർനിക് അഗോണിസ്റ്റ് ആണ്. സംഭവം എവിടേക്ക് ചുരുക്കും? ഐറിസോ, ഇത് ഐറിസ് ആണ്. ദിസ് ഈസ് ഐറിസ്. സോ ഐറിസിനെ ചുരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഐറിസ് ഇങ്ങനെ അടഞ്ഞതാ, ലെൻസുമായിട്ട് ചേർന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. സോ ഐറിസ് ലെൻസുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബൾജിങ് വന്നിരിക്കുകയാണ്, തള്ളി നിൽക്കുകയാണ്. സോ ഐറിസിനെ ചുരുക്കും, അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങും. പ്യൂപ്പിൾ ഇങ്ങനെ ചുരുങ്ങി ഉണ്ടാ, ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് ഐറിസ് ചുരുക്കിയപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക്. സോ ഇതിവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. സോ അതുമൂലം ഐറിസും കോർണിയയും തമ്മിലുള്ള ഈ ആംഗിൾ ഓപ്പൺ ചെയ്യും. ഐറിസും കോർണിയയും തമ്മിലുള്ള ആംഗിൾ ഇവിടെയാണ്. ഐറിസും ഇത് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കും. സോ നോർമൽ ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ വിൽ ബി ഇൻക്രീസ്. സോ ഒക്കുലാർ സീലറി മസിൽസിൽ ഇവിടെ ഒക്കുലാർ സീലറി മസിൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ വേറെ എവിടെയോ ഡിസ്കസ് ചെയ്താണ് സീലറി മസിൽസ്. സോ ഇതിനെയും കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലെ ലോങ് ഫൈബർ ദെൻ സർക്കുലാർ മസിൽസ് ചുരുക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് മൊത്തത്തിൽ അക്കോമഡേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ കണ്ണിന്റെ അക്കോമഡേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ പൈലോകാർപ്പിന്റെ ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള നാരോ ആംഗിൾ ഗ്ലൂക്കോമയിലാണ്, അല്ലെങ്കിൽ ആംഗിൾ ക്ലോഷർ. സോ ആംഗിൾ ക്ലോഷർ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്, അത് തുറന്നു. ഇപ്പൊ ട്രബിക്കുലാർ മെഷ്വർക്ക് ഓപ്പൺ ആയി. മാത്രമല്ല ഇവിടെയുള്ള ആംഗിൾ ഇത് തുറന്നു വരികയും ചെയ്യും. ഇനി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതല്ല, സാധാരണ സർജറി വരെ. പെരിഫറൽ ഇറിഡോട്ടമി, ഐറിസ് ഇങ്ങനെ ഇത് ചെയ്യുന്നതാണ് ഇറിഡോട്ടമി. സോ അത് ചെയ്യുന്നത് വരെ പ്രൊഫൈലാക്സിസ് ആയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക. സ്ഥിരമായിട്ട് ലോങ് ടേം ഉപയോഗിക്കുന്ന മരുന്നല്ല. ആൻഡ് ദിസ് കോസസ് ആക്റ്റീവ് മയോസിസ് ഉണ്ടാക്കും. സോ ഇൻഹിബിറ്റ് നാരോയിങ് ഓഫ് ആംഗിൾ ഉണ്ടാക്കും. സോ ആംഗിൾ നാരോയിങ് എന്ന് വെച്ചാൽ ഇത് കുറയ്ക്കലുണ്ടാക്കും. ദെൻ പിന്നെ ഒരു പ്രശ്നം മിഡ് ഡയലേഷൻ ഓഫ് പീപ്പിളിന്റെ മിഡ് ഡയലേഷൻ. ഇതിങ്ങനെ ഇരിക്കുന്നതിനാണ് നമ്മൾ മിഡ് ഡയലേഷൻ. അതും കുറച്ചു, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി. സോ ഇത് രണ്ടാക്കും. സോ ഇതിന് നമ്മൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതിന് ഐറിസ് ബോംബെ ഫോർമേഷൻ എന്നാണ് പറയുക. ഐറിസ് ബോംബെ ഫോർമേഷൻ അതില്ലാതെയൊക്കെയാണ് ചെയ്യുക. സോ ഇതിന്റെ സൈഡ് എഫക്ട്സ് നമ്മൾ മറ്റേതിനകത്ത് പഠിച്ചാണെങ്കിലും ഇപ്പൊ മയോപ്പിയൊക്കെ ഉണ്ടാക്കുന്നു പറയുമ്പോൾ തന്നെ അക്കോമഡേറ്റീവ് സ്പാസം ഉണ്ടാകും. സീലറി മസിൽസിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് സീലറി സ്പാസം, മയോപ്പിയ ഉണ്ടാക്കാം. ദെൻ അടുത്തൊരു പ്രശ്നം ഐറിസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഐറിസിസ്റ്റുകൾ ഉണ്ടാക്കാം. ദെൻ ഫേമസ് ഫോർ കാറ്ററാക്ട് പ്രോഗ്രഷൻ. ദെൻ പിന്നെ ഒരു പ്രശ്നം മൂക്കിലാണ്, നെയ്സോ ലാക്രിമൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. വായിൽ ഒരുപാട് സലൈവേഷൻ, ഹൈപ്പർ സലൈവേഷൻ ഉണ്ടാക്കാം. ദെൻ മൊത്തത്തിൽ ഈ കണ്ണിരിക്കുന്ന ഭാഗം മൊത്തം വേദനയാണെന്നാണ് നമ്മൾ പറയാം. സോ ഡിഫിക്കൽറ്റി ഉണ്ടാക്കും. ബ്രോയേക്ക് അങ്ങനെയൊക്കെയുള്ള. സോ കണ്ണിന്റെ മുന്നിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള
ചാൻസ്. സോ അതുകൊണ്ട് സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കാനുള്ള മരുന്നല്ല. സോ കൊടുക്കാൻ പാടില്ലാത്തത്, ഒട്ടും കൊടുക്കാൻ പാടില്ലാത്തത് കാറ്ററാക്ട് ഉള്ളവരിൽ കൊടുക്കാൻ പാടില്ല. പീപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി കാറ്ററാക്ട് കാഴ്ച കുറവാണ്, ഇത് ചുരുങ്ങുമ്പോൾ പീപ്പിൾ ഇതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, വീണ്ടും കാഴ്ച കുറയും. 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ അക്കോമഡേഷൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, മയോപ്പിക് ഉണ്ടാക്കാവുന്നതുകൊണ്ട് അതിലും കൊടുക്കാറില്ല. ആസ്മ കൊടുക്കാനേ പാടില്ല, നമുക്കറിയാം കോളർജിക് ഡ്രഗ്സ് എല്ലാം ആസ്മയിൽ ഒഴിവാക്കുക. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കാം, ന്യൂ വാസ്കുലറൈസേഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള ഗ്ലൂക്കോമയിൽ കൊടുക്കാൻ പാടില്ല. ഇത്രയാണ് നമുക്ക് കോളിനർജിക്സിനെ പറ്റി പറയാം.